ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം കുറച്ച് മഷ്റൂംസ് കിട്ടിയിട്ടുണ്ട്. അപ്പം മഷ്റൂം കിട്ടിയാൽ എനിക്ക് നേരെ പോകുന്നത് നമ്മുടെ മസാല ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് നമ്മുടെ ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെ നല്ല കോംബോ ആണ്. അതുമാത്രമല്ല നമുക്ക് വളരെ നല്ലതാണ്. നമുക്ക് നമ്മുടെ മഷ്റൂംസ് കഴിക്കുന്നുണ്ട്. പൊതുവേ മുമ്പൊക്കെ ആണെങ്കിൽ ഇത് ഇപ്പോഴാണല്ലോ മാർക്കറ്റിലൊക്കെ അവൈലബിൾ. മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടിമുട്ടിയിട്ട് മാത്രമേ ഈ മഷ്റൂം കിട്ടൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവുണ്ടാകുന്നത് ഞാൻ ചെറുതുണ്ടാകുന്ന സമയത്ത്. അപ്പം ഇപ്പം നമ്മൾക്ക് കടയിലും അതെല്ലാം സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്കിത് നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ കിട്ടാറുണ്ടല്ലേ. അതുപോലെ വൃത്തിയാക്കിയിട്ടുള്ളൊരു പാക്കറ്റാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ മേലെയുള്ള തൊലികളൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ 4 കട്ട് ചെയ്യുക. ഇത് അത്യാവശ്യം ഒരു വലിയ സൈസാണ്, അതുകൊണ്ടാണ് ഞാൻ 4 പീസാക്കിയിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഇങ്ങനെ 2 പീസാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ 4 കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടി കഴുകി വൃത്തിയാക്കണം കേട്ടോ. ഇത് ഫസ്റ്റ് നമ്മൾ ഒരിക്കൽ കഴുകുക, എന്നിട്ട് വീണ്ടും ഇത് കട്ട് ചെയ്തിട്ട് വീണ്ടും കഴുകുക കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ട് നമുക്ക് നേരെ മസാല ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പാന് അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായി എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി നന്നായി ഫ്രൈ ആയതിന് ശേഷം അതിലേക്ക് പച്ചമുളകും തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പം ലൈറ്റ് ബ്രൗൺ കളർ ആയതിന് ശേഷമാണ് നമ്മൾ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ വീഡിയോ കുറച്ച് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് ഇടുന്ന വീഡിയോ ഇതിൽ കാണാത്തത്. എന്നിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം, അതിനാണ് നമ്മൾ കവർ ചെയ്ത് വെക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ വഴണ്ട് വരാനുള്ള സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ ഫുള്ളായിട്ടൊന്ന് കൈയോടൊന്ന് ഇങ്ങനെ ഉടച്ച് നോക്കുക നമുക്ക് ഉടയുന്നുണ്ടോ എന്നുള്ളത്. എന്നിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളാണ് ചേർക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാം കറക്റ്റായി മസാല ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടുതൽ ഇടരുത്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മീറ്റ് മസാല, ഒരു 3/4 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക. ഇനി ചേർക്കാനുള്ളത് മുളക് പൊടിയാണ്. അതും ഇതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചിട്ടുള്ള 3 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മുടെ പൊടിമുളകിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മളൊരു 3/4 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഓയിലിൽ തന്നെ ഇതൊന്ന് സോട്ടേയിട്ട് വരണം, അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ട് വരണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മഷ്റൂം കിട്ടിയാൽ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ, ദോശൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ ഏതിലായാലും ഇത് അടിപൊളി കോമ്പാണ് കേട്ടോ. ഇനി നമുക്കിതിനെ നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇപ്പം തൽക്കാലം ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടതില്ല. ഫുള്ളായിട്ട് മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം വെള്ളം ചേർക്കേണ്ടതില്ല. ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളി തക്കാളീൻ്റെ മസാല ഫുള്ളായിട്ട് നമ്മുടെ മഷ്റൂമിലേക്ക് ആകുന്ന പോലെ ഫുള്ളായിട്ട് മിക്സ് ആകുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതൊന്ന് ജസ്റ്റ് കവർ ചെയ്തിട്ട് വേണം വേഗം വെക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഒരു 3 to 4 മിനിറ്റ്സ് മാത്രം കവർ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് നമുക്ക് വെള്ളം കയറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നുള്ളത്, ജസ്റ്റ് 3 to 4 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി. ബാക്കിയൊക്കെ തുറന്നിട്ട് ചെയ്താൽ മതി കേട്ടോ. അഥവാ നമ്മൾ ഇതിൻ്റെ അടപ്പെടുക്കാൻ ലേറ്റ് ആയിട്ടും വെള്ളം നന്നായിട്ട് കയറും. പിന്നെ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. വേഗം നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ മഷ്റൂം കിട്ടിയ എന്തായാലും ഇതേപോലെ ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് F3 ഫാഹി. കുറച്ച് മല്ലി ലീവ്സ് കൂടി ആഡ് ചെയ്യാം കേട്ടോ.